ഞാൻ സ്ഥാനാർത്ഥി പവേർഡ് ബൈ എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജുവലേഴ്സ്. കണ്ണൂരിൽ പാർലമെന്റിലേക്ക് തനിക്ക് ശക്തമായ മത്സരമില്ലെന്ന് UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ. കഴിഞ്ഞ തവണ തനിക്ക് ലഭിച്ച ഭൂരിപക്ഷം ഇത്തവണ വർദ്ധിക്കും. താൻ വികസന പ്രവർത്തനങ്ങൾ ചെയ്തില്ലെന്ന ആരോപണം ശരിയല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കണ്ണൂർ ഇത്തവണ തീപാർന്ന മത്സരമാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട ശക്തരായ സ്ഥാനാർത്ഥി തന്നെ രംഗത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായിട്ടൊരു മത്സരം കണ്ണൂരിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണോ കെ സുധാകരൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്? ആദ്യമായി ഞാനൊന്നും തിരുത്താം. എന്ത് മത്സരം എന്നാ പറഞ്ഞ ഞങ്ങൾ? ശക്തമായ മത്സരം. ഇവിടെ അങ്ങനെ ശക്തമായ മത്സരമില്ല. ഇവിടെ ചെറിയ തീപ്പൊരിയായിട്ടുള്ള മത്സരമേ ഉള്ളൂ. ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പാർട്ടിക്കകത്ത് തന്നെ സ്വീകാര്യത ഇല്ലാത്ത സ്ഥാനാർത്ഥിയാണെന്ന് CPM-കാർ തന്നെ പറയുന്നു. അപ്പോൾ ഒരു സ്വാഭാവികമായും ആ ഇലക്ഷൻ എത്രമാത്രം ശക്തമായിരിക്കുമെന്ന് കണക്കൂട്ടിയാൽ മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഭയപ്പാടുള്ള മണ്ഡലമൊന്നുമല്ല. കഴിഞ്ഞ തവണ ശ്രീമതി ടീച്ചർ മത്സരിച്ചപ്പോൾ 96,000 വോട്ടിന് വിജയിച്ചതാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസി. ആ കോൺസ്റ്റിറ്റ്യുവൻസി എനിക്കൊരു അന്യമാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഫുൾ കോൺഫിഡൻ്റാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ പാർട്ടിയും എൻ്റെ പാർട്ടിക്കാരും. ഒരു കാര്യം, അതായത് കഴിഞ്ഞ തവണ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് ശേഷം മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളിലും MP ഓടിയെത്തിയിട്ടില്ല എന്നും വികസനത്തിന് വേണ്ട ഫണ്ട് ചെലവാക്കുന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. ഞാൻ വികസനത്തിൻ്റെ ഫണ്ടിൻ്റെ ചെലവ് കണക്കൊക്കെ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കുക, ചെലവാക്കിയിട്ടില്ലേ എന്ന്. പിന്നെ 2 സ്ഥാനത്തിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലക്ക് എനിക്ക് എല്ലാ സ്ഥലത്തും വേണ്ടപ്പോൾ എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളത് ശരി. ഞാൻ KPCC പ്രസിഡൻറ്റുമാണ്, ഞാൻ MP ആണ്. അപ്പോൾ പരിമിതികളുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്നിട്ട് ഞാൻ നന്നായി എക്സ്ട്രാ ഓർഡിനറി വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് എൻ്റെ വർക്കിൻ്റെ റെക്കോർഡ് പരിശോധിച്ചാൽ മനസ്സിലാവും. 7 നിയോജക മണ്ഡലമുള്ളിടത്തിൽ 2 മാത്രമാണ്, പേരാവൂർ ഇരിക്കൂർ മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. ബാക്കി 5ഉം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. അതൊരു തിരിച്ചടിയാവോ ഇപ്രാവശ്യം? കഴിഞ്ഞ പ്രാവശ്യം കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത് LDF-നാണ്. അതുകൊണ്ട് ചോദിച്ചു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിലുമൊക്കെ ഈ മണ്ഡലങ്ങൾ നിലവിലുള്ള പഞ്ചായത്തുകളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ളത് തന്നെയല്ലേ. UDF-ൻ്റെ കയ്യിലുള്ളത് അന്നും ഇന്നും ഞങ്ങളുടെ കയ്യിലുണ്ട്. LDF-ൻ്റെ കയ്യിലുള്ളത് അന്നും ഇന്നും LDF-ൻ്റെ കയ്യിലുണ്ട്. ഒരു പുതിയ ചേഞ്ചൊന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്നിട്ടില്ല. രാഷ്ട്രീയമായ ഒരു ചേഞ്ചൊന്നും ബേസിക്കലി ഒരു ചേഞ്ചും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. എത്രമാത്രം ആളുകളിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പ്രതികരണം എത്രമാത്രമുണ്ട്? നല്ല പ്രതികരണം ഇതുവരെ കിട്ടിയതൊന്നും ഒരു മോശപ്പെട്ട പ്രതികരണം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എല്ലായിടത്തും പോകുന്നുണ്ട്, പള്ളിയിലും പോകുന്നുണ്ട്, ചർച്ചിലും പോകുന്നുണ്ട്, മറ്റേ അമ്പലത്തിലും പോകുന്നുണ്ട്, എല്ലായിടയും പോകുന്നുണ്ട്. എല്ലായിടയും നല്ല സ്വീകരണമാണ്. കാണുന്ന ആളുകൾക്ക് ഇന്നും നല്ല സ്വീകരണമാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് ഒരു തരത്തിലും ഒരു അഹിതമായ ഒന്ന് എൻ്റെ ഈ പ്രവർത്തനത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു മാസത്തിൽ കൂടുതൽ ഇനിയും ഇലക്ഷനുണ്ട്. ഏപ്രിൽ 26-നാണ്. അത് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ടല്ലെങ്കിലും ഒരു ഭാരമാണ്. അത്രയും ദിവസത്തെ ഇലക്ഷൻ വർക്കുമായി മുമ്പോട്ട് പോകുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതൊരു ഭാരമാണ്. പക്ഷേ ഭാരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനേക്കാളേറെ നേട്ടം ആളുകളെ കാണാനുള്ള സൗകര്യം, സാവകാശം, സമയം ഇഷ്ടം പോലെ ലഭിക്കുന്നു എന്നത് ഒരു പോസിറ്റീവാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇത്തവണ മത്സരത്തിന് മുൻ വർഷത്തെ അപേക്ഷിച്ചുള്ള ഭൂരിപക്ഷം കൂട്ടും എന്ന് തന്നെയാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. അതിലുള്ള തികഞ്ഞ പ്രതീക്ഷയും അദ്ദേഹത്തിന് മുന്നിലുണ്ട്. നിരവധി സ്ഥലങ്ങളിലൂടെയുള്ള പര്യടനം കെ സുധാകരൻ തുടരുകയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം വിക്ടർ ജോസഫ്, അമൃത ന്യൂസ്.